ഹായ് ഹലോ ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ സ്റ്റൈലിഷ് അവതാരമായ ഗോവൻ ക്ലാസിക് 350 ഗോവൻ ക്ലാസിക് 350. ക്ലാസിക് 350യുടെ റെട്രോ ലുക്കും ഗോവൻ ബീച്ച് വൈബും ഒത്തുചേരുന്ന ഒരു ബോബർ സ്റ്റൈൽ ബൈക്കാണിത്. അടിപൊളി സംഭവമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്തായാലും സാധാരണ ക്ലാസിക്കിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നതിൻ്റെ കളർ ഓപ്ഷനുകളും വൈറ്റ് വാൾ ടയറുകളുമൊക്കെയാണ്. നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ ഒരു വൈറ്റ് വാൾ ടയർ ഉണ്ടോ, ഒരു അടിപൊളി ലുക്കല്ലേ. സിംഗിൾ സീറ്റ് സെറ്റപ്പ്, കുറഞ്ഞ സീറ്റ് ഹൈറ്റ്, ഉയർന്നു നിൽക്കുന്ന ആപ്പ് ഹാങ്ങർ ഹാൻഡിൽ ബാറ് എന്നിവ ഇതിനൊരു തനി ബോബർ ലുക്ക് നൽകുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ സിംഗിൾ സീറ്റാക്കി മാറ്റാം. ഡബിൾ സീറ്റ് വേണ്ടവർക്ക് ഡബിൾ സീറ്റ് എന്ന ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഏറ്റവും വലിയ ആകർഷണം വൈറ്റ് വാൾ ടയറുകളാണ്. ഇതൊരു ബൈക്കിന് ഒരു വിൻറ്റേജ് ഫീൽ നൽകുന്നുണ്ട്. സ്പോക്ക് വീലുകളിലാണ് ഇത് വരുന്നത്. അപ്പോൾ പല കമൻറ്റുകളും വരുന്നത് കണ്ടു, ഇന്നത്തെ കാലത്ത് ആരാണ് ട്യൂബ് ടയറുകൾ എടുക്കുക എന്നൊക്കെ. അത് ബുള്ളറ്റിൽ ആരോ കണ്ടിട്ട്, ഇപ്പം ഞാനെടുത്ത ബുള്ളറ്റിൻ്റെ കാര്യം വീഡിയോയിൽ കണ്ട ഏതോ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, സ്പോക്ക് വീലുകളാണ് യഥാർത്ഥത്തിൽ ബുള്ളറ്റിനും ക്ലാസിക്കിനുമൊക്കെ അധിക ഭംഗി നൽകുന്ന കാര്യം. ഈ ഒരു ഡിസ്ക് ഒക്കെ വരുവാണെങ്കിൽ, അലോയ് വീല് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഭംഗി കുറവ് നമുക്ക് ഫീൽ ചെയ്യും. എന്തായാലും ഗോവയുടെ ആവേശം ഉൾക്കൊള്ളുന്ന ഷാർട്ട് ബ്ലാക്ക്, റേവ് ബ്ലൂ, ട്രിപ്റ്റീൽ തുടങ്ങിയ ആകർഷകമായ ഡ്യുവൽ ടോൺ നിറങ്ങളിൽ നമുക്ക് ഈ ഒരു ഗോവൻ അത്ഭുതം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. എന്തായാലും ഫുൾ LED ഹെഡ് ലാമ്പ്സ് വരുന്നുണ്ട്. ടെയിൽ ലാമ്പ്, ഇൻഡിക്കേറ്ററുകൾ എന്നിവ പ്രീമിയം ലുക്ക് ഉറപ്പാക്കുന്നുമുണ്ട്. അപ്പം ഈ ലുക്ക് ഒക്കെ ഒന്ന് വിശദമായിട്ട് നോക്കി വെച്ചോളൂ, ഒരു രക്ഷയില്ല കേട്ടോ. 350 തന്നെയാണ്. എന്തായാലും ജെ സീരീസ് എൻജിൻ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. പരിചിതമായ 349cc എയർ ഓയിൽ കൂൾഡ് സിംഗിൾ സിലിണ്ടർ ജെ സീരീസ് എൻജിൻ. ഓക്കെ, പവറും സെയിം തന്നെ, കാര്യമായിട്ടൊരു മാറ്റവും ഇല്ല. 20.2 bhp കരുത്തിൽ 27 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. അതേപോലെ ഗിയർ ബോക്സ് സ്മൂത്തായ 5 സ്പീഡ് ഗിയർ ബോക്സ് തന്നെ നൽകുന്നു എന്നുള്ളതാണ് കഥ. ക്ലാസിക് 350യിൽ അതേ റൈഡിങ് സ്മൂത്ത്നെസ് ഇവിടെയും പ്രതീക്ഷിക്കാം. അപ്പം ഇപ്പോൾ ജെ സീരീസ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്മൂത്താണല്ലോ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് എന്താ പറയുക, ആ കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റൈഡിങ് അനുഭവം അതിപ്പോൾ ഓടിച്ച് നോക്കണം അല്ലേ. എന്തായാലും നമുക്ക് ഒരു ഊഹം വെച്ചങ്ങ് പറയാം. ഞാൻ ഓടിച്ച് നോക്കിയില്ല എങ്കിൽ പോലും ഈ ക്ലാസിക് 350യിൽ അതേ റൈഡിങ് സ്മൂത്ത്നെസ് ഇവിടെയും പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനാവുക. എന്നാൽ ഹാൻഡിൽ ബാറിൻ്റെ മാറ്റം കൊണ്ട് റൈഡിങ് പോസ്ചറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു എന്താ പറയുക, വിൻറ്റേജ് ബൈക്കിൻ്റെ അതേപോലെ ഫോറിൻ ബൈക്കുകളുടെയൊക്കെ ഒരു എന്താ പറയുക, ആ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പോസ്ചർ ആ തരത്തിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. വളരെ സുഖകരമായിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് സിംഗിൾ സീറ്റും പില്യൻ സീറ്റും വേണമെങ്കിൽ എളുപ്പത്തിൽ ഘടിപ്പിക്കാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്ന വാഹനത്തിൽ ഇത് രണ്ടും ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട് അല്ലേ. എന്തായാലും ഉയരത്തിലുള്ള ഹാൻഡിൽ ബാർ ആയതുകൊണ്ട് ദൂരയാത്രകളിൽ കൈകൾക്കധികം ആയാസം അനുഭവപ്പെടുകയില്ല. കാരണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കംഫർട്ടിന് തന്നെയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. മുൻപ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ റോയൽ എൻഫീൽഡ് ഒരുപാട് പിറകിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ഈ റോയൽ എൻഫീൽഡിൻ്റെ തലപ്പത്തിരിക്കുന്നത്. പുള്ളിക്കാരൻ വല്ലാത്ത ഒരു ജിന്നാണത്രേ ഈ ബൈക്കിൻ്റെ കാര്യങ്ങളിൽ. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഈ യൂത്തിൻ്റെ ഒക്കെ പ്രത്യേക ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ബുള്ളറ്റ് റൈഡേഴ്സിൻ്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന റോയൽ എൻഫീൽഡ് ഫാൻസിൻ്റെ കൃത്യമായ മനോരഥങ്ങളൊക്കെ അറിയാമെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. കൊള്ളാം. എന്തായാലും ഒരുപാട് മനോഹരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ പറയാൻ കഴിയുക. എന്തായാലും മുന്നിൽ 41 mm ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഇരട്ട ഷോക്ക് അബ്സോർബറുകളുമാണ് വരുന്നത്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾക്കൊപ്പം ഡ്യുവൽ ചാനൽ ABS സംവിധാനവും സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് കേട്ടോ. പേടിക്കണ്ട, ഈ ഡിജിറ്റൽ കൺസോൾ വരുന്നു. അനലോഗ് സ്പീഡോമീറ്ററിൽ ചെറിയ LCD ഡിസ്പ്ലേയിൽ
ട്രിപ്പർ നാവിഗേഷൻ ഓപ്ഷണലായിട്ടും ലഭ്യമാണ്, അതില്ലാതെയും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഏകദേശം ഈ പറയുന്ന 750 mm മാത്രമാണ് സീറ്റ് ഉയരം. ഇത് ഉയരം കുറഞ്ഞവർക്കും ബൈക്ക് കൈകാര്യം ചെയ്യുന്നത് കുറച്ച് എളുപ്പത്തിലാക്കും കാര്യങ്ങൾ. ഏകദേശം 197 കിലോ ഭാരമുണ്ടെങ്കിലും കുറഞ്ഞ സീറ്റ് ഹൈറ്റ് കാരണം ട്രാഫിക്കിലും മറ്റും ബാലൻസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. കാരണം ഈ റോയൽ എൻഫീൽഡ് ഓടിക്കുന്നവർക്കറിയാം അത് എത്രത്തോളം റിലയബിൾ ആണ്, നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ വണ്ടികൾ വരുന്നുള്ളത് എന്ന്. അപ്പോൾ കഴിയാവുന്നവരൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക. ഗോവൻ ക്ലാസിക് അല്ലേ, അടിപൊളിയായിട്ടില്ലേ, ആ ഒരു ബാഡ്ജിങ് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ആർക്കൊക്കെ വാങ്ങാം എന്നുള്ള തരത്തിലുള്ള ചെറിയൊരു അന്വേഷണം നമ്മൾ നടത്തുകയാണെങ്കിൽ ക്ലാസിക് 350യുടെ വിശ്വാസ്യതയും എന്നാൽ കാഴ്ചയിൽ അല്പം വ്യത്യസ്തതയും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ബൈക്കാണിത്. ഒറ്റ നോട്ടത്തിൽ റോയൽ എൻഫീൽഡ് തന്നെ, പക്ഷേ ആ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അല്പം വ്യത്യസ്തത തോന്നും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു വീക്കെൻഡ് റൈഡിനും നഗരത്തിലെ യാത്രകൾക്കും ഗോവൻ ക്ലാസിക് ഒരു മികച്ച ചോയ്സ് തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ വാഹനത്തിൻ്റെ ഈ പ്രമുഖമായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഇപ്പോൾ ഈ എൻജിൻ സൈഡിലൊക്കെ കവർ ചെയ്തിരിക്കുന്ന ആ ഒരു പെയിൻറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടോ. പിന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് സെൻസറുകളുണ്ട് ഈ വണ്ടിയിൽ കേട്ടോ. അത് എവിടേക്കാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക, കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ, മറന്നു പോകണ്ട. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതേപോലെ തന്നെ നിങ്ങളുടെ സമാന മനസ്കരായ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ബ്രേക്ക്, ബെല്ല്, മറ്റ് കാര്യങ്ങൾ മീൻസ് ഹോണാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ലോഗോയെ പറ്റിയിട്ട് എനിക്ക് വീണ്ടും എടുത്ത് പറയേണ്ടി വരും. ആ ഒരു ബാഡ്ജിങ് ടാങ്കിൽ വരുന്ന ഒരു സെറ്റപ്പ് കണ്ടോ, അതിൻ്റെ ഒരു പ്രത്യേകത, അത് വല്ലാത്തൊരു ഫീല് നൽകുന്നു എന്നുള്ളതാണ്. പിന്നെ ആ ഒരു ടാങ്കിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു എന്താ പറയുക സ്റ്റിക്കർ വർക്കൊക്കെ കണ്ടോ, അടിപൊളിയാണ്. ഫ്രണ്ട് സീറ്റിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ ഒരു ചെറിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഗോവൻ ക്ലാസിക് എന്ന് എഴുതിയത് നോക്കിയേ, അടിപൊളിയായിട്ടില്ലേ. പിന്നെ ഹെഡ്ലൈറ്റൊക്കെ വേറെ ലെവലാണ് വരുന്നത്. മുന്നിലെ മഡ്ഗാർഡിലും റോയൽ എൻഫീൽഡ് എന്ന് പഞ്ച് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ ബാക്ക് സൈഡ് നോക്കിയേ, അടിപൊളിയല്ലേ. ഇത് സൈഡ് പ്രൊഫൈൽ നോക്കൂ, ഒരു രക്ഷയില്ല കേട്ടോ. രണ്ട് സൈഡിൻ്റെയും പ്രൊഫൈൽ സൂപ്പർ.